ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി വെജിറ്റേറിയൻ മീൻകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, അതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിയുന്നത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് വാടി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്ത്. നമുക്ക് തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ളതിനെ എടുത്തിട്ടില്ല. അതിൽ കുറച്ചാണ് ഞാൻ പുളി എടുത്തേക്കുന്നത്, പിഴുപുളിയാണ് എടുത്തേക്കുന്നത്. നമുക്കിതിലേക്ക് സാദാ വെള്ളം കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ മീൻകറി വെക്കുന്ന കണക്കാണ് ഈ ഒരു കറി വെക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചക്കയാണ്. ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 പച്ചക്കയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ കുറുകിയ ചാറോടുകൂടി കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ വെജിറ്റേറിയൻ മീൻകറി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റേറിയൻ മീൻകറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്വല്പം പച്ച വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ കറി റെഡിയായി കഴിഞ്ഞ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വെജിറ്റേറിയൻസ് മാത്രമല്ല, എല്ലാവർക്കും വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. മീനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ഒരു കൂട്ടാൻ വെച്ചാൽ ചോറിന് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.